ഞാൻ എന്തൊരു കളി കളിക്കുന്നത്? ഞാൻ പോകുന്ന കാര്യം പറയുക ഒരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ, എന്ത് കളിയാണ് കളിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ലേ പറ്റി? എന്താ നിങ്ങളോടാ ചോദിച്ചത്. വാരിക്കുഴി വീട്, വാരിക്കുഴിയിലെ അറിയാമോ? ആരെ കാണാനാ? അങ്ങനെയൊന്നുമില്ല, എല്ലാരെയും കാണണം. മാലക്കേസുമായിട്ട് ബന്ധപ്പെട്ട വല്ലവരായിരിക്കും. ഒന്ന് ചോദിച്ചു കളയാം. ആ മാല വിറ്റിട്ട് അതെങ്ങനെ മനസ്സിലായി? ആളെ കണ്ടറിഞ്ഞൂടെ? ഇവിടുന്ന് നേരെ പോകുമ്പോ ഒരു പാലമുണ്ട്. ആ പാലം കഴിഞ്ഞ ഇടത്തോട്ടൊരു വളവാണ്. അവിടെ വയലിന്റെ കരക്കിരിക്കുന്ന ആദ്യത്തെ വീടാണ് വാരിക്കുഴിയിലെ വീട്. അന്വേഷിക്കുന്ന പാർട്ടി അവിടെ ഉണ്ട്. വേഗം ചെന്ന പിടികൂടാ. നല്ലായിക്കോട്ടെ, കാണാം. പിന്നെ ഞാൻ കൂടെ വരാം. കയറിക്കോളൂ. അല്ലെങ്കിൽ വേണ്ട. ലാലിച്ച, ഇന്നോടെ നീ പുറത്തും ഞാൻ അകത്തും. ഇന്ന് നിന്റെ ചീ 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 ചീ. കല്യാണിക്കുട്ടി അമ്മ. ഞാനോ? ഇത് മകനാ, അശോകൻ. നിങ്ങളാരാ? മനസ്സിലായില്ല. പറയാം. കയറിയിരിക്കാൻ ആരും പറയാത്ത എന്താ? കയറിയിരിക്കാം. ഇരിക്കൂ. അമ്മ ഇരിക്കൂ, ഇരിക്കൂ. വരാം സാർ, വരം. നമ്മളെയല്ലേ വഴി വെച്ച്? അതെ, ഞാൻ സാറിനെ സഹായിക്കാൻ വേണ്ടി കുറുക്കു വഴി കൂടെ എത്തി. വണ്ടി കറങ്ങിയല്ലേ വരുന്നത്. ഞാൻ അഡ്വക്കേറ്റ് ഭരതൻ. ഓ, അപ്പൊ കേസുമായോ? നന്നായി. ആളിവിടെ ഉണ്ട്, ഉറക്കവാ. കൈയോടെ പിടിക്കാം. പോലീസുകാരെ വെട്ടി കിടക്കാം. ഒന്ന് പാടും. പോലീസോ? അതെ, പോലീസ്. ഇയാൾ ആരാ? ഞാൻ കല്യാൺകുട്ടിയമ്മയുടെ മൂത്ത മകളുടെ മൂത്ത ഭർത്താവാ. സാർ ക്ഷമിക്കണം, അളിയൻ ഒരു അബദ്ധം പറ്റിപ്പോയതാ. മാല മാറിപ്പോയി. സ്വന്തം ഭാര്യയുടെ മാല തന്നെയാ, അല്ലാതെ മോഷിച്ചൊന്നുമല്ല. മോഷിച്ചാണോ മാറിപ്പോയതാണോ എന്നല്ല പ്രശ്നം. സ്വർണ്ണമാണെന്ന് പറഞ്ഞ് മുക്കുവണ്ട കൊണ്ട് വിൽക്കാന്ന് പറഞ്ഞ വിശ്വാസവഞ്ചനല്ലേ? ഇത്തരം കേസിന് കുറഞ്ഞത് 6 വർഷമെങ്കിലും അകത്ത് കിടക്കേണ്ടി വരും, അല്ലേ വക്കീൽ സാർ? എന്റെ പൊന്ന് സാറേ, എന്റെ ചേട്ടനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അറിയാതെ ചെയ്തു പോയതാ, ജയിലിലിടരുത്. ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമായിട്ടാണ് ഞാൻ വന്നത്. ഇയാളെ അമ്മയ്ക്ക് മനസ്സിലായത് നോക്കണം. ഇത് നമ്മുടെ വീരപ്പനല്ലേ? അല്ലേ? ഇല്ല, എവിടെയോ കണ്ടുമറന്ന മുഖം. ഇതും നോക്കൂ. ഗിരിജയ്ക്ക് ഇനി വല്ല വിവാഹാലോചനയുമായി വന്നതാണോ? ഒരു കണക്കിന് പറഞ്ഞാൽ ഞാനൊരു ആലോചനയുമായിട്ടാണ് വന്നത്. ആരാണെന്ന് പറ സാറേ. ഇതെന്താ ക്വിസ് മത്സരം? അയ്യോ, ഇതെന്റെ വാസുകുട്ടിയല്ലേ? എവിടെയവൻ? ഇപ്പോഴെങ്കിലും എന്നെ ഒന്നൊന്ന് കാണാൻ തോന്നിയല്ലോ. വിളിക്കവനെ, ഞാനൊന്ന് കാണട്ടെ.
അമ്മയുടെ സഹോദരൻ ഇനി വിളിച്ചാ വരില്ല. ഒരുപാട് ആഗ്രഹങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. പക്ഷേ വിധി ഒന്നിനും സമ്മതിച്ചില്ല. പെട്ടെന്നായിരുന്നു എല്ലാം. എന്റെ വാസുകുട്ടി, വരൂ. ചെറുപ്പം മുതലേ അവന് നാട് വിട്ടു പോണമെന്നായിരുന്നു മോഹം. ഓരോ പ്രാവശ്യം പറയുമ്പോഴും അച്ഛൻ എതിർക്കുമായിരുന്നു. നിവർത്തിയില്ലാതെ വന്നപ്പോ എന്റെ താലിമാലയും കൊണ്ട് അവൻ നാട് വിട്ടു. എന്റെ മുഖത്ത് നോക്കാനുള്ള നാണക്കേട് കൊണ്ടായിരിക്കും എന്നെ വന്ന് കാണാൻ. അച്ഛൻ മരിക്കാൻ നേരവും വാസു വന്നില്ലേന്നാ ചോദിച്ച്. കഴിഞ്ഞതൊന്നും ഓർത്ത് വിഷമിക്കുകയല്ല വേണ്ടത്. പോയവരോ പോയി. ജീവിച്ചിരുന്നപ്പോ അവർക്ക് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നമ്മളായിട്ടത് പൂർത്തീകരിച്ചു കൊടുക്കുക. എല്ലാവരെയും വന്നൊന്ന് കാണണമെന്ന് ഈ അടുത്ത കാലത്തിനോട് പറയുകയുണ്ടായി. വിധി എന്നൊന്നുണ്ടല്ലോ, അതുപോലെ നടക്കൂ. ഇവിടുന്ന് പുറപ്പെട്ടു പോയ അദ്ദേഹം വന്നുപെട്ടത് തമിഴ്നാട്ടിലെ മധുരാന്തകം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഒരുപാട് കഷ്ടപ്പെട്ടു, ആരൊക്കെയോ സഹായിച്ചു, കുറെ പണം ഉണ്ടാക്കി. അക്കാലത്താണ് ഒരു ഗൗണ്ടറുമായി അടുപ്പത്തിലായത്. ആ അടുപ്പം അയാളുടെ മകളുമായുള്ള വിവാഹത്തിൽ കലാശിച്ചു. അങ്ങനെ വാസുദേവൻ നായർ കോടീശ്വരനായി. കൗണ്ടർ നായർ എന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ അറിയാത്തവരായി ആരുമില്ല. മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം എന്നെ ഒരു ആഗ്രഹം അറിയിച്ചു. ഈ സ്വത്തിൻ്റെയൊക്കെ അവകാശിയായ തന്റെ ഏക മകളെ അമ്മയുടെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം. തന്റെ പെങ്ങളോടുള്ള കടപ്പാട് തീർക്കാൻ വേണ്ടിയാവും അദ്ദേഹം ഇങ്ങനൊരു തീരുമാനമെടുത്തത്. ഈ വിവരം നിങ്ങളെ ധരിപ്പിക്കാനും അങ്ങോട്ട് വരണമെന്ന് പറയാനുമാണ് ഞാൻ വന്നത്. അങ്ങോട്ട് വരണമെന്ന് വെച്ചാൽ? അങ്ങോട്ട് വരണമെന്ന് വെച്ചാൽ കോടിക്കണക്കിന് വില പതിക്കുന്ന സ്വത്തുക്കൾ വേണ്ടവിടെ നോക്കി നടത്താൻ അവിടെ ആളില്ലാതെ വിഷമിക്കുകയാണ്. എന്നാ ഉടനെ പോകാളിയാ. കറക്റ്റ്. അല്ല വക്കീൽ, ഒരു സംശയം ചോദിച്ചോട്ടെ. വാസ്തവത്തിൽ ഈ പെൺകുട്ടിക്ക് വല്ല മാറാവ്യാധിയോ ഭ്രാന്തോ അല്ലറ ചില്ലറ നടപടി ദൂഷ്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും? അല്ല, എന്തായാലും എനിക്ക് പരിപൂർണ സമ്മതമാണ്. എനിക്കും. അശോകൻ എന്താ ഒന്നും മിണ്ടാത്തത്? എനിക്കിതൊക്കെ ഒരു മുത്തശ്ശി കഥ പോലെ തോന്നുന്നു. മാത്രമല്ല സർ, അച്ഛനുള്ളപ്പോ പറയുമായിരുന്നു അർഹിക്കാത്തൊന്നും ആഗ്രഹിക്കരുത്. വേണ്ട വേണ്ട സർ. എല്ലാം നിങ്ങൾക്ക് അവകാശപ്പെട്ടത് തന്നെയാണ്. ഇതൊക്കെ ഒരു ഭാഗ്യമാണെന്ന് കരുതി സന്തോഷിക്കുക. എന്തായാലും നിങ്ങൾ വരുന്നു എന്നുള്ള കാര്യം ഞാനോട് അറിയിക്കുകയാണ്. അളിയ, എന്താ ഇത്? കാലുവിട്, കാലുവിടാൻ. രാവിലെ തന്നെ കാല് വാരുവാനോ? കാല് വാരിയല്ല അളിയ, ഞാൻ സാഷ്ടാംഗ പ്രണാമം നടത്തിക്കൊണ്ടിരിക്കുക. കാലെന്ന് വിടാൻ. അളിയ, ഞാൻ പറയുന്ന കേക്ക്. അളിയാ, കേക്ക്. ഓ, അടുത്ത മാറി. നിനക്ക് കുഞ്ഞുനാളില് കേക്ക് എന്ത് ഇഷ്ടായിരുന്നോ? ഭാമയെ കല്യാണം കഴിച്ച ഒന്നാം വിരുന്നിന് വന്നപ്പോ 1 കിലോ കേക്കും കൊണ്ടല്ലേ ഞാൻ വന്നത്. നിനക്ക് ഓർമ്മയില്ലേ? പച്ച കള്ളം. സത്യമാ. അന്ന് നിങ്ങൾക്ക് മോഷണം ഉണ്ടായിരുന്നോ? അല്ല, 1 കിലോ കേക്ക് എന്നൊക്കെ പറഞ്ഞോണ്ട് ചോദിച്ചതാ. അങ്ങോട്ട് പറഞ്ഞില്ല. നമുക്ക് കൗണ്ടർ മാമന്റെ വീട്ടിലേക്ക് പോവാൻ തീവണ്ടിക്ക് സീറ്റ് ബുക്ക് ചെയ്യണ്ടേ? നമുക്ക് ബുദ്ധിമോശമല്ലോ സംഭവിച്ചിനി ഞാൻ പോകേണ്ടി വന്നാലും തമ്മി കണ്ട തല തല്ലി കീറാൻ നിൽക്കുന്ന നിങ്ങളെ കൊണ്ടുപോകുന്ന പ്രശ്നമേ ഇല്ല. അയ്യോ, ഞങ്ങൾ തമ്മിൽ എന്ത് സ്നേഹത്തിലാണെന്നറിയൂ. പിന്നെ ഞങ്ങൾ ഇന്നലെ ഒരു പാത്രത്തിൽ നിന്നല്ലേ ഊണ് കഴിച്ചത്. ഞങ്ങൾ തമ്മിൽ ഒരു പിണക്കവും ഇല്ല. കണ്ട കിസ് ചെയ്യണ കണ്ട. അങ്ങനെ സംഭവിച്ചാൽ ശിക്ഷിക്കണം. ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും വിവരവും വിദ്യാഭ്യാസമുള്ള നീ ശിക്ഷിക്കണം. എന്ത് ശിക്ഷയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. എന്തും. ചിലപ്പോ ദേഷ്യം വന്നാൽ പുളിച്ച തെറി വിളിച്ചെന്നിരിക്കും. ആഹാ, അതൊരു ആനന്ദ ഭൈരവി രാഗം പോലെ ഞാൻ ആസ്വദിക്കും. ചിലപ്പോ ക്രൂരമായി തല്ലിയെന്നിരിക്കും. അതൊരു ഗുരുദക്ഷിണയായിട്ട് ഞാൻ എടുക്കും. പിടലിക്ക് പിടിച്ച് പുറത്താക്കിയാലോ? ഞങ്ങൾ പുറകിലാകും. ഒന്നളിയാ, കൗണ്ടർ മാമന്റെ വീട്ടിലേക്ക് നമുക്ക് എന്നാ അളിയാ പോവേണ്ടത്? തൽക്കാലം നമ്മൾ പോകുന്നില്ല. കൊളമാക്കിയല്ലോ. അപ്പൊ ഈ ജാതകത്തിലും രാജകത്തിലും ഒക്കെ കുറച്ച് കാര്യമുണ്ടല്ലേ? നിനക്കും പകർന്നു ആ ഭ്രാന്ത്. ഈ ആഴ്ച എന്തായാലും വീടിന്റെ ജപ്തി നടക്കണം. കയറിക്കിടക്കാനൊരിടമില്ലാതെ പെരുവഴി ശരണമാവുമ്പോഴും പാവം അമ്മ പറയും മകന് രാജയോഗം വരാൻ പോന്നു. ബാങ്ക് മാനേജറെ കണ്ട് സംസാരിച്ച് ജപ്തിക്കൊരു അവധി വാങ്ങിക്കൂടെ? പലവട്ടം സാവകാശം തന്നതാ. അവർക്ക് ചെയ്യാൻ പറ്റുന്നതിനും ഒരു പരിധിയുണ്ടല്ലോ. പ്രശ്നങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് അന്ന് ആ വക്കീല് പറഞ്ഞ കാര്യം ഒന്ന് ആലോചിച്ചൂടെ? പണ്ടെങ്ങോ നാട് വിട്ടുപോയ അമ്മാവൻ
കടപ്പാടിന്റെ പേരിൽ എന്തൊക്കെയോ എഴുതി വെച്ചു എന്ന് കരുതി അവിടെ പോയൊരു വിവാഹം കഴിക്കുക, അതൊന്നും എന്റെ സാഹചര്യവുമായി പൊരുത്തപ്പെടില്ല. സാഹചര്യത്തിനൊത്ത് മാറണം, അതല്ലേ ജീവിതം. ശീലിച്ചിട്ടില്ല കുഞ്ഞികൃഷ്ണ. ഒന്നുമില്ലെങ്കിലും എല്ലാം ഉണ്ടെന്ന് അഭിനയിക്കണം. മുണ്ട് മുറുക്കി ഉടുത്തായാലും മാനം കാക്കണം. മടിയിലിരുത്തി അച്ഛൻ തന്ന ഉപദേശങ്ങളാണിതൊക്കെ. മറ്റെന്ത് സഹിക്കാം. ഏട്ടൻ നടത്താൻ പോകുന്ന രാജകീയ കല്യാണവും സ്വപ്നം കണ്ട് കഴിയുന്ന പെങ്ങടെ മുഖത്ത് നോക്കാൻ ആ മടി. നാളെ തെരുവിലിറങ്ങുമ്പോ അവളും ഉണ്ടാവും ഒപ്പം. അശോക, നീ ഇങ്ങനെ. സാരമില്ലടാ. പോസ്റ്റ്മാനെ കാണുമ്പോ അശോകന്റെ വിലാസം മാറിയ കാര്യമൊന്ന് പറയണം. ദൂരെ എവിടെയെങ്കിലും ഒരു സ്ഥലവും വീട്ടുപേരും നീ ചുമ്മാ പറഞ്ഞാ മതി. വരട്ടെ. പോലീസുകാർ വന്ന് നമ്മളെ പിടിച്ചിറക്കി വിട്ടായിരിക്കും ചെത്തി നടത്തുന്നത്, അല്ലേ മോനെ? പട്ടിണിയും ദാരിദ്ര്യവുമായിരുന്നെങ്കിലും ഇതുവരെ നാട്ടുകാരെ അറിയിക്കാതെ കഴിഞ്ഞു. ഇനിയിപ്പോ ഇത്രയും കാലം മോര് അമ്മയോട് മറച്ചു വച്ചിരിക്കുകയായിരുന്നല്ലേ? അവധിക്കുള്ള ഓരോ നോട്ടീസ് വരുമ്പോഴും ആരും അറിയാണ്ട് കടം വീട്ടി തീർക്കാമെന്ന് വിചാരിച്ചു. നല്ല കാലം വരുന്ന ജാതകത്തിന്റെ കഥ എല്ലാവരോടും പറഞ്ഞപ്പോ ഞാനും അതറിയാണ്ടങ്ങ് വിശ്വസിച്ചു പോയി. തെക്കിനിക്കോലായുടെ തളത്തിൽ ഇപ്പോഴും കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങളുടെ അച്ഛൻ ഇരിപ്പുണ്ടെന്ന് തോന്നുക. ചിലപ്പോ കല്യാണിക്കുട്ടിയെന്ന് വിളിക്കും. മറുവിളിക്കൊരുങ്ങുമ്പോഴാ ഒരു തോന്നലാണെന്ന് ഓർമ്മ വരിക. ഒന്ന് ഓർക്കുമ്പോഴാ വിഷമം. ആ അസ്ഥിത്തറയിലെ വിളക്ക് വെപ്പ് ഇതുവരെ അമ്മ മുടക്കിയിട്ടില്ല. ഇനി അത് മുടങ്ങും. മോനെ, നീ ശുണ്ടിയെടുത്ത് അമ്മയോട് വഴക്കിന് വരരുത്. ഇന്നലെയും ആ വക്കീലിന്റെ കത്ത് വന്നു. എന്നാണ് അങ്ങോട്ട് ചെല്ലുന്നതെന്നും ചോദിച്ച്. മോനെ, ഒരു കുടുംബം മുഴുവൻ നിന്റെ സമ്മതത്തിന് വേണ്ടി കാത്തിരിക്കുക. അതെന്റെ മോൻ മറക്കണ്ട.